ഒരു കാട്ടിലൂടെ നടന്നു വരികയാണ് ഞാനെന്ന് നിങ്ങൾക്ക് തോന്നരുത്. ഇത് കൂത്തുപറമ്പ് നഗരഹൃദയത്തിലെ നഗരസഭയ്ക്ക് തൊട്ടടുത്തുള്ള സർക്കാരിന്റെ അതിഥി മന്ദിരത്തിന്റെ വഴിയാണിത്. കൂത്തുപറമ്പിലെ പൊതുമരാമത്ത് വകുപ്പിന് കീഴിലെ ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് കാടിനുള്ളിലെ ഒരു കെട്ടിടമായി തോന്നൂ. VIP റൂമുകളും പൊതുജനങ്ങൾക്കുള്ള മുറികളും ഉൾപ്പെടെ 10 മുറികളും കോൺഫറൻസ് ഹാളും ഉൾപ്പെടുന്ന ഈ അതിഥി മന്ദിരം 1,70,00,000 രൂപ ചിലവിലാണ് നവീകരിച്ചത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണി പൂർത്തിയാക്കിയ 2 മുറികളോടുകൂടിയ ഒരു കെട്ടിടവും 2008 നിർമ്മിച്ച 3 മുറികളും കോൺഫറൻസ് ഹാളും ഉൾപ്പെടുന്ന കെട്ടിടവുമാണ് പുതുക്കി നവീകരിച്ചത്. ജൂലൈ 25-ന് പൊതുമരാമത്ത് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസാണ് നവീകരിച്ച കെട്ടിടം തുറന്നു നൽകിയത്. എന്നാൽ പിന്നീട് കെട്ടിടത്തിന്റെ പരിസരം കാട് വെട്ടിത്തെളിച്ച് പരിപാലിക്കാൻ അധികൃതർക്ക് സാധിക്കാത്തതിന്റെ തെളിവായി മാറുകയാണ് ഇവിടം. കാട്ടുപോത്തുകൾ വരെ ഇറങ്ങി നടക്കുന്ന കാലത്ത് വിഷജന്തുക്കളും ക്ഷുദ്രജീവികളും താവളമാക്കി മാറ്റിയിരിക്കുകയാണ് ഇവിടെ. അധികൃതർ എത്രയും വേഗം നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസിയായ സിദ്ദിഖ് പാറാൽ പറയുന്നത്. ഇവിടെ ഒരുപാട് താമസക്കാർ, അത് സർക്കാർ തലത്തിലായാലും മറ്റുള്ള തലത്തിലൊക്കെ ഇവിടെ ഈ IBയും അതുപോലെ തന്നെ IBയുടെ റൂമൊക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇന്ന് ഈ IBയുടെ അവസ്ഥയാണിത്. വളരെ കുറ്റിക്കാടുകളും അതുപോലെ തന്നെ അതിൻ്റെ പിറകിലൊക്കെ നോക്കുകയാണെങ്കിൽ വലിയ കാടുകൾ തന്നെ ഉണ്ട്. അപ്പോൾ ആ കാടുകൾ വെട്ടിത്തെളിക്കേണ്ട നിർബന്ധമാണ്. ഇഴജീവികളും അതുപോലെ തന്നെ പല മൃഗങ്ങളും, അതായത് പടുത്തുപോലും ഇവിടെ കാട്ടുപോത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ പരിസരത്ത് തന്നെ. അപ്പോൾ അതൊക്കെ വരുന്നൊരു സാഹചര്യമാണ് ഇന്ന് ഇവിടെ ഉള്ളത്. അപ്പോൾ നിർബന്ധമായി കൊണ്ട് ഇത് വൃത്തിയാക്കുകയും അതുപോലെ തന്നെ ഈ കുട്ടിക്കാടുകൾ ഇല്ലാതാക്കുകയും ചെയ്യണമെന്ന് ഇതിന്റെ അധികൃതരോട് പ്രത്യേകിച്ച് പറയാണ് നാട്ടുകാരെന്ന രീതിയിൽ. വലിയ സൗകര്യത്തോടെ ഒരുക്കിയ കെട്ടിടം നല്ല നിലയിൽ പരിപാലിക്കാൻ അധികൃതർക്ക് സാധിക്കാത്തത് വലിയൊരു വീഴ്ച തന്നെയാണ്. കാടുകൾ വെട്ടിത്തെളിച്ച് അതിഥികളെ സ്വാഗതം ചെയ്യാൻ അധികൃതർക്ക് സാധിക്കട്ടെ. കൂത്തുപറമ്പിൽ നിന്നും ക്യാമറാമാൻ അനീഷ് കൂത്തുപറമ്പിനൊപ്പം വർഷ ഹരിദാസ്, ന്യൂസ് സൈറ്റ്. നിങ്ങളുടെ അഭിമാനം, ഒപ്പം ഞങ്ങളുടെയും. വീടും പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ ടണൽ ആഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി. ബോൺസായി, ഓർണമെന്റൽ, എക്സോട്ടിക്, ഇൻഡോർ, ഔട്ട്ഡോർ ഫ്രൂട്ട് പ്ലാന്റുകളുടെ വിപുലമായ ശേഖരം. ലാൻഡ്സ്കേപ്പിംഗ്, ഡിസൈനിംഗ് ആൻഡ് ഗാർഡനിംഗ് രംഗത്ത് വിദഗ്ധരുടെ സേവനം. ഇനി നിങ്ങളുടെ പൂന്തോട്ടം മനസ്സുപോലെ മനോഹരം. The biggest nursery in Kannur district since 1997, approved by Government of Kerala.